കുഞ്ഞിനെ എടുക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട്. ഞാൻ എത്ര വർഷമായിട്ട് ഈ പണി തുടങ്ങിയതാ. കുഞ്ഞുങ്ങളുടെ സംസാരമാ അവരുടെ കരച്ചില്. അതെന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നേ ഞങ്ങളെ പോലുള്ള അമ്മൂമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും എടുക്കേണ്ടവരെടുത്തു കഴിഞ്ഞാ കുഞ്ഞുങ്ങൾ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഈ പാല് കൊടുത്തിട്ട് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാലേ ആ കൊച്ചിന് എന്തെങ്കിലും പറ്റൂ. ദേ, ചിലപ്പോ അന്നത്തെ ദിവസം ഒന്നും പറ്റിയില്ലെന്നും ഇരിക്കും. അപ്പൊ പിന്നെ ആരും അമ്മയെ സംശയിക്കത്തില്ല. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, ആ കുഞ്ഞിന് ഞാൻ തരുന്ന പൊടി അമ്മയ്ക്ക് പാല് കലക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ നാളെ തിരികെ വരുമ്പോ കയ്യിൽ കുറച്ച് വിഷം കൂടെ കരുതിക്കോണം. അമ്മയുടെ മോനും മരുമോക്കും കലക്കി തരാൻ വേണ്ടി. ഈശ്വര, ജാനമേ, അതെ, ആദ്യമായിട്ടാ മോക്ക് പാല് മാറ്റി കൊടുക്കുന്നേ. അധികം കട്ടിയൊന്നും വേണ്ട, നേരത്തെ പാല് മതി. അത് പിന്നെ എനിക്കറിയത്തില്ല മോളെ. ഞാൻ എത്രയോ കൊച്ചുങ്ങളെ അമ്മമാരെയൊക്കെ നോക്കിയിട്ടുള്ളതാ. ഇവിടെ പിന്നെ കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അധിക സമയം നോക്കേണ്ടി വരില്ല ജാനമേ. എനിക്ക് മോളെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. അതെനിക്ക് മനസ്സിലായി. ആരുടെയോ കുഴപ്പം?
മോക്കാണോ അതോ സാറിനാണോ? എനിക്കോ? വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഒരുപാട് ചികിത്സകളുള്ളതല്ലേ മോളെ? എല്ലാ ചികിത്സകളും നോക്കിയതാ. ഇനിയിപ്പോ എന്തായാലും ഒന്നിനും ഞാനില്ല ജാനമ്മേ. എനിക്ക് ഇനി എന്റെ നീലമോളുണ്ടല്ലോ. മോളെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവിടുത്തെ സാറും കണ്ണസാറും വലിയ ലോഹ്യത്തിലാണെന്ന്. എത്ര ലോഹ്യമുള്ളവരാണെങ്കിലും ശരി, കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പം എല്ലാവരുടെയും സ്വഭാവം മാറും, പ്രത്യേകിച്ച് അമ്മമാരുടെ. ഇന്ന് വെച്ചാ മഹി വിശേഷം അറിയിച്ചപ്പോ മുതല് ഞാനായിരുന്നു അമ്മയ്ക്കും വയറ്റി കിടക്കുന്ന കുഞ്ഞിനും കൂട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. നീലമോൾക്ക് അമ്മയുടെ ചൂടിനേക്കാൾ മോൾക്ക് എന്റെ ചൂടാ പരിചയം. അപ്പൊ എല്ലാ കാലവും കുഞ്ഞിന്റെ അമ്മ ഇവിടെ കാണും? ഇല്ല, ഓണം കഴിഞ്ഞ് പോകുന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ പോയാ അതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ജാനമ്മ പറഞ്ഞ പോലെ കുഞ്ഞിനെ ഇവിടെ തന്നെ നിർത്തണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എങ്കിലും മറ്റുള്ളവരുടെ സങ്കടം വേദനയൊക്കെ തിരിച്ചറിയുന്ന കൂട്ടത്തിലാ കണ്ണേട്ടനും മഹിയൊക്കെ. അതുകൊണ്ട് എന്നെ കൂടുതൽ വേദനിപ്പിക്കില്ലാന്ന് കരുതാം. ഈ പാലാ കുഞ്ഞിൻ്റെ വയറ്റിലോട്ട് ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പെറ്റമ്മയും പോറ്റമ്മയും കരയുന്നത് കാണേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര. അയ്യോ ഈശ്വര. ആഹാ, പുറപ്പെടുവാണോ? ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് വലിയ കാര്യമില്ല. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കണ്ണേട്ടനെ പോലും നടത്തിച്ചത് ആ തോമസ് വൈദ്യനാ. എന്നാ പിന്നെ കർക്കടായിട്ട് കുറച്ചു ദിവസം അവിടെ പോയി കിടക്കാം. നിന്നെ ഇവിടെ തോമസ് സാറിന് ഇഷ്ടമൊന്നുമല്ല. പിന്നെ അദ്ദേഹം നേരും നെറിവുള്ള ആളായതുകൊണ്ട് ചികിത്സയിൽ പിഴവൊന്നും വരുത്തത്തില്ല. ഒരമ്പലം പോലെയാ തോമസ് സാറിന്റെ വീട്. കർക്കിടകമായിട്ട് അവിടെ പോയിട്ട് വരുമ്പോഴെങ്കിലും മനസ്സൊന്ന് ശുദ്ധമാക്കാൻ നോക്കടാ. ഒരു കാലിന്റെ സ്വാധീനം പോയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ 2 കാലിനും സ്വാധീനം ഇല്ലാത്തവനായിരുന്നു ഞാൻ. 10-20 വർഷം അരയ്ക്ക് താഴോട്ട് തളർന്ന് വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളം ആണെന്ന് നിനക്കിപ്പോ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ. പഴയ പോലെ നടക്കാൻ കഴിഞ്ഞാലേ നേർവഴിക്ക് ചിന്തിക്കണമെന്നാണ് കണ്ണൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ഇനി ആരെയും ശല്യം ചെയ്യാനില്ല അമ്മേ. പറയുന്ന വാക്കിന് സത്യമുള്ളവരങ്ങനെയൊക്കെ പറഞ്ഞാ വിശ്വസിക്കാം. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, കണ്ണനെ ഞാൻ പ്രസവിച്ചതല്ലല്ലോ, എന്റെ സ്വന്തം മോൻ ഇവനല്ലേന്നൊക്കെ. ശരിയാ. പക്ഷേ സ്വന്തം അച്ഛനെ സ്നേഹിക്കാത്ത മോനെ പഴയ പോലെ കാണാൻ എനിക്ക് പറ്റില്ല. ഇവന്റെ അച്ഛനെ കൊന്ന പ്രതാപന്റെ മകളായ നിന്നെ ഒരു കാരണവശാലും തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നു. ഇവന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ, ഇനി കരുണയുമായിട്ട് ഒരു ബന്ധം പാടില്ലെന്ന്. എന്നിട്ട് ഇവൻ കേട്ടില്ലെന്ന് മാത്രമല്ല, നിന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതിന്റെ പിന്നാലെ കണ്ണനെ കൊല്ലാനും നോക്കി. അങ്ങനെ കൊലയാളിയായൊരു മോനെയും അവനെല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു മരുമകളെയും ഇനി എനിക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇവള് പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയൊരു മത്സരത്തിന് ഞങ്ങളില്ല. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരെ. നിന്റെ കാലിന് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. കൈക്കും കാലിനും സ്വാധീനം തരുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ അധ്വാനിച്ച് ജീവിക്കാനാ. നിനക്ക് പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ടൊരു ജോലി തന്നു. ഇനി അത് പ്രതീക്ഷിക്കണ്ട. നീ തന്നെ ഇനിയൊരു ജോലി കണ്ടെത്തിക്കോണം. എന്നിട്ട് നിന്റെ ഇവളുടെയും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെയും കാര്യങ്ങള് നിങ്ങൾ തന്നെ നോക്കണം.
അതല്ല, എന്നെ എന്റെ ഭാര്യയും ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാനാ നിന്റെ പ്ലാനെങ്കില് എന്നെ സ്നേഹിക്കുന്നവര് നിന്നെ പിന്നെ എന്ത് ചെയ്താലും അത് ഞാൻ തടയില്ല. മാർക്കോ നിന്റെ ഒരു കാല് തല്ലി ഓടിച്ചത് വാണിങ്ങ. അതുകൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വീൽ ചെയറിൽ നിന്ന് നീ എഴുന്നേക്കില്ല. അത് മാർക്കോ മുൻകൂട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാ നിങ്ങൾ ചെല്ല്. നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ചികിത്സയിലേക്ക് കിടക്ക്. ഇനി അവിടെ ചെല്ലുമ്പോ തോമസ് സാറിന്റെ വക ഉപദേശം വേറെയുണ്ടാവും. അതെ, ഉണ്ണിയേട്ടൻ വിഷമിക്കണ്ട. അയാൾക്കുള്ളത് വയറ് നിറച്ച് എന്റെ അച്ഛൻ കൊടുത്തോളൂ. വാ. ഏട്ടൻ തന്നെ അനിയന്റെ കാല് തല്ലി ഒടിച്ചു അല്ലടാ? ഏട്ടനല്ല, ഓടിച്ചത് മാർക്കോയാ. അറിയാം, എന്നാലും കണ്ണന് വേണ്ടിയിട്ടല്ലേ അവനത് ചെയ്തത്. എന്നാലും വേണ്ടാത്ത പണിക്കൊക്കെ പോകാതിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? നിങ്ങളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഈ പറയുന്ന മാർക്കോ എന്റെ കൈയും കാലും ശരീരവും ഒക്കെ ഇടിച്ചു പിഴിഞ്ഞതാ. അതുകൊണ്ട് കർക്കിടവുമായിട്ട് ഒന്ന് തടവിക്കാന്ന് കരുതി. പിന്നെ വീൽ ചെയറിലായ മരുമോനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിന്റെ വീട്ടിലോട്ട് ഇപ്പം നിന്റെ അമ്മ പോലും എന്നെ കേട്ടില്ല. എന്നാ പിന്നെ ഇവിടെ വന്നൊന്ന് കാണാന്ന് കരുതി. എന്റെ അച്ഛന്റെ കൊലയാളിയാ താൻ. അതുകൊണ്ടാ എന്റെ ജീവിതം എങ്ങനെ ആയിപ്പോയത്. എങ്ങനെ 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 എവരെന്താ ഇവിടെ? ഇടാ, പറഞ്ഞു പറ്റിച്ച് എന്റെ മോളെ കല്യാണം കഴിച്ചതും പോരാ, പിന്നെ എന്നെ കുറ്റപ്പെടുത്താണോ നീ? വിശ്വനാഥൻ നിന്റെ അച്ഛനാണെന്നും നാളെ അയാളുടെ മോൻ എന്റെ മോളെ കല്യാണം കഴിക്കുമെന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ആ പ്രവൃത്തി ചെയ്തത്. അത് വന്ന വഴി എങ്ങനെയാണെന്ന് നിനക്കറിയാവുന്നല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ മരണ എന്റെ ജീവിതം തുലച്ചത്. ഇതാര്? എത്ര നാളാടാ കണ്ടിട്ട്? വല്ല മാറ്റം ഉണ്ടോടാ? അല്ല, കുറച്ചു ദിവസം കൂടെ യവനിവിടെ കിടന്നു കഴിഞ്ഞാ നല്ല മാറ്റം ഉണ്ടാവൂന്നാ തോമസ് സാറ് പറയുന്നത്. നീ ജയിലിൽ വന്നപ്പോ ഇവനെ ചൂടാക്കി വിട്ടതല്ലേ? എന്നിട്ടിപ്പോ നിന്റെ മോനെ പോലായി എന്റെ മരുമോനും. എടാ മേഘ, നിന്റെ അവസ്ഥയിൽ എനിക്ക് വലിയ വിഷമമുണ്ട് മോനെ. നീ നേരെ ചൊവ്വേ നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൂട്ടായിരുന്നു.
ഹാ അത് സാരമില്ല, ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മോളെ, ഞങ്ങളുടെ കേസ് ഒതുക്കി തീർക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മോളെ? കേസ് ഒതുക്കി തീർക്കേണ്ടത് കണ്ണനാ. അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല, അയാളോടാ ചോദിക്കേണ്ടത്. എന്റെ അച്ഛന്റെ കൊലയാളികൾക്ക് തൂക്കുകയറ് കിട്ടിയാൽ എനിക്ക് വിഷമമൊന്നുമില്ല. എടാ മരുമോനെ, ഇനി കണ്ണൻ നിന്നെ കൈയൊഴിഞ്ഞാലും എന്റെ മോള് വേണം നിന്നെ നോക്കാൻ. അതുകൊണ്ടേ ഭാര്യയുടെ അച്ഛൻ രക്ഷപ്പെടണേന്നൊന്ന് പ്രാർത്ഥിക്കടാ. വരണേ. എടാ വാമ, മോനെ ഒഴിയുന്ന കൂട്ടത്തിൽ നിന്നെയും കൂടെ ഒന്ന് ഒഴിയാൻ പറ. ഞാനും അതിന് തന്നെ വന്നേ. പോലീസുകാർ മാർക്കോയൊക്കെ ശരീരം മുഴുവൻ കയറി മേഞ്ഞതല്ലേ. മോനെ, ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം കേട്ടോ. വന്ന സമയം തെറ്റിപ്പോയല്ലോടാ മോനെ. ഈ നാശങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ വരുത്തില്ലായിരുന്നു. സാരമില്ല. കൊണ്ടുവാ. എന്റെ ദേവി, ഞാൻ ഇന്നുവരെ ഇതുപോലുള്ള പൊടിക്കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വന്നോ? എടാ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പറയുന്ന കേട്ടല്ലോ. ഇപ്പോ ഒരു കരച്ചിലുമില്ല കണ്ണേട്ടാ. ജാനമ്മ വന്ന ശേഷം മോള് കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. അല്ല, മോള് പാല് കുടിക്കാൻ മടിയൊന്നും കാണിച്ചില്ലല്ലോ? ഒരു മടിയും കാണിച്ചില്ല. അതൊരു പാട്ടൊക്കെ പാടി ജാനമ്മ അങ്ങ് കൊടുത്തു കണ്ണേട്ടാ. ഇവിടെ ഇപ്പോ അങ്ങനെ ഒരാളുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കണ്ണേട്ടാ. കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ലേഖയ്ക്ക് ജാനമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതെ, അവർക്ക് വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ കഷ്ടിച്ച് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കാനൊന്നും പാടില്ല മഹി. മോളുടെ ശരീരമൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ? അതെ, ഈ പണി ഒരുപാട് ചെയ്തിട്ടുള്ള കൂട്ടത്തില ജാനമ്മ. അതുകൊണ്ട് അവരെ തന്നെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അവരെ ഇനി കുറ്റമൊന്നും പറയാൻ നോക്കണ്ട ലേഖേ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം കണ്ണേട്ടന്റെ ഇഷ്ടമല്ലേ. അതുപോലുള്ള ആൾക്കാരിൽ നിന്നും പലതും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രസവം കഴിഞ്ഞപ്പോ മഹിയുടെ അമ്മ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് നിൽക്കാന്ന്. അമ്മ വന്ന് നിന്നാലും ഇതുപോലെ കുഞ്ഞിനെ നോക്കാൻ കുറച്ചു നാള് നല്ല തഴക്കവും പഴക്കവും വന്ന ആള് വേണം. മോള് ജാനമ്മയുടെ കയ്യിലാണോ അതോ തൊട്ടിലാണോ? തൊട്ടില്ല, നല്ല ഉറക്ക. കണ്ണേട്ടൻ വാ. എന്തിനാ ജാനമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നത്? കുഞ്ഞിനി കുറച്ചു ദിവസം കൂടി ഇവിടെ ഉള്ളൂ. അത്രയും ദിവസമെങ്കിലും എനിക്ക് നോക്കണ്ടേ? ഇവിടെ വന്ന് പോയിക്കൊണ്ടിരുന്ന ഹോം നേഴ്സിന് പകരമല്ലേ ജാനമ്മയെ കൊണ്ടുവന്നത്? ആ ഹോം നേഴ്സ് ഉള്ളപ്പോഴും ഞാൻ തന്നെയാ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ ഇങ്ങനെ തുടങ്ങലേ ലേഖേ. നീ നോക്കിയാൽ ഇനി എത്ര ദിവസം കുഞ്ഞിനെ നോക്കാൻ പറ്റും?
നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല. അത് നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ദേ, കണ്ണനും മഹിയായതുകൊണ്ടാ കുഞ്ഞിനുമേൽ നമുക്ക് ഇത്രയും അവകാശം തരുന്നത്. പക്ഷേ ആ അവകാശം നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചോണ്ടേ ഇരിക്കുക. എന്താടാ? എന്താ അമ്മേ? പറഞ്ഞതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാപാപം ചെയ്തു വെച്ചിട്ടുണ്ടടാ. ചെയ്തല്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മരിച്ചാടാ ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലാടാ ആ രണ്ടമ്മമാരും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ മോനെ മരുമോളെ സ്നേഹിച്ചാ മതി. നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചാ മതി. കടല വെച്ചിട്ട് പോടാ.